മന്തി നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നും നമ്മള് മന്തി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഋഷുവിന് എന്ത് ചോറായിട്ടും ഇഷ്ടം? മന്തി ഇഷ്ടം. അപ്പൊ ഋഷുവിന് മന്തി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും മന്തി തന്നെ ചെയ്യുന്നത് കേട്ടോ. മോളൂനോ? എനിക്ക് മന്തി ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാളും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്. പപ്പൊക്കെ എന്താ ഇഷ്ടം? എനിക്ക് അടിപൊളി കുട്ടൻ ബിരിയാണി. അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുഴിമന്തി തന്നെയാണ്. കുഴിയില്ലാത്ത മന്തിയാണ്. എന്താ പിന്നെ എന്തിനാ ഈ കുഴിമന്തി എന്ന് പറയുന്നത്? സാധാ മന്തി ഉണ്ടാ എല്ലാരും അങ്ങനെ വീഡിയോ എടുക്കണവരൊക്കെ കുഴിമന്തി എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ സാധനങ്ങള് ഇറച്ചി, പിന്നെ ഉപ്പ്, സാധനങ്ങൾ പറഞ്ഞ അതോ അത് ചോപ്പ് കളർ. ചുവപ്പ് കളർ. ഞാൻ കരുതി വേറെ എന്തെങ്കിലും പറയും. ഇതെന്താ ഷോ? ഇതെന്താ ചോക്ലേറ്റ് ആണോ എന്നൊരു സംശയം അല്ല ഇതെന്താണ് പിന്നെ? അറിയില്ല. പാവം കുട്ടി. ഇത് ഉപ്പ്. ഏത് ഉതുപ്പ്? ഇതാണ് ഉപ്പ്. ഇപ്പൊ ഇതോ? അതോ എന്ത് പൊടിയാ? ഇത് ഋഷുവിന് അറിയാലോ. ഇതെന്താ പറഞ്ഞ? ജീരകം. ആളാണ്. ജീരകം. വലിയ ജീരകം. ചെറിയ ജീരകം. ഇതോ? അതോ അതറിയില്ല അല്ലെ? അറിയില്ല. ഇതറിയും. ഇത് കുരുമുളക്. ഇത് കുരുമുളകിന്റെ പൊടിയാക്കരം. ഇതെന്താ സാധനം അറിയില്ല. ഗരം മസാലയാണ്. ഗരം മസാല. എന്തായാലും സത്യം പറയും, ഋഷു ഇത് കണ്ടപ്പോ ചോക്ലേറ്റ് ആണ് കരുതിയില്ലേ? സംഭവം ഞാൻ ചെറിയ കുട്ടിയായപ്പോഴേ ഈ മാഗി കവറില് ഒരു ഗോൾഡൻ കളർ കവറിലാണല്ലോ കവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇത് കാണുമ്പോ സംഭവം അറിയില്ലല്ലോ. ഞാൻ അങ്ങനെ കരുതി നല്ല ചോക്ലേറ്റ് ആണെന്നൊക്കെ. പിന്നെ കാര്യം മനസ്സിലായി ചോക്ലേറ്റ് ഒന്നല്ല പാവം. ഞാൻ ചോക്ലേറ്റ് ആണെങ്കിൽ ഋഷു എന്താ ചെയ്യാ? അതോ എന്താ ചോദിച്ചാലും പറയും നമ്മൾ തിന്നില്ലേ. ഋഷു ഒരു പാട്ട് എഴുതി കൊടുത്ത എല്ലാവർക്കും, നമ്മുടെ വ്യൂവേഴ്സിന് നല്ലൊരു പാട്ട് പാടാൻ. ഞാനെയ്തും കവിതയിലെയ്തും മഷിയുദൗദവ് മദീനില ഞാൻ പാടിക്കോ ഉദവിൽ പാടും. ബാക്കികൾ തിന്നൂലേ? നല്ല പാട്ട് പാടുട്ടോ ഋഷു. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നാ മതിയോ? നമുക്കിത് എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യണെന്നൊക്കെ നോക്കണ്ടേ? ഓക്കെ. അപ്പൊ ഋഷു പറഞ്ഞു കൊടുത്താ ഇറച്ചി എടുത്ത് വെച്ച് പറഞ്ഞില്ലേ? ഇതാണ് ചിക്കൻ. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഇതിന് മഞ്ഞളും മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മള് കത്തിയോണ്ട് ലൈനിടണം. അങ്ങനെയല്ല പറയാ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആർക്കും മനസ്സിലാവില്ല. അപ്പൊ നമുക്കിത് ഫോക്കസ് ചെയ്യാം. ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ചിക്കൻ അല്ല കേട്ടോ, ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. ഫ്രഷ് ഹോം എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കത്തി വെച്ചിട്ട് നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. വരഞ്ഞെടുക്കല്ല, കുത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാനുള്ളത്. കളർ എടുത്തിട്ടുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട് റെഡ് കളറ്. പിന്നെ ഈ ചിക്കൻ മന്തിയുടെ ഒരു പ്രത്യേകത, വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു ചിക്കൻ മാഗി ക്യൂബ്, ഒന്നല്ല കേട്ടോ, ഒന്നും പിന്നെ ഒന്നിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ പൊടിച്ചിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് വലിയ ജീരകം 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, പിന്നെ കുരുമുളകിൻ്റെ ബോൾ ഉണ്ടല്ലോ അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ഗരം മസാല ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ മാഗി ക്യൂബിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് റെഡ് കളറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാൻ ഈ ചിക്കൻ വാങ്ങിയിട്ടുള്ളത് ഫ്രഷ് ഹോം എന്നുള്ള ഓൺലൈൻ വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എത്തിക്കും അവർ ചിക്കന്. ഞാനിപ്പോൾ 1 കിലോ ആണ് വാങ്ങിയത്. അപ്പോൾ മൊത്തത്തിൽ 307 രൂപയാണ് ആയിട്ടുള്ളത്. 278 രൂപ ചിക്കനും പിന്നെ 29 രൂപ ഡെലിവറി ചാർജുമാണ് കേട്ടോ. അപ്പോൾ നല്ല ചിക്കനാണ്, ഒട്ടും വേസ്റ്റേജ് ഇല്ല. പിന്നെ ഇതിലും തന്നെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നോ ആൻറ്റിബയോട്ടിക്, നോ കെമിക്കൽസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടത് ഹലാലായിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കനാണ്. പിന്നെ നല്ല പാർട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ, അല്ലാതെ വേസ്റ്റ് ആയിട്ടുള്ള പാർട്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി മന്തി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ഞാനിപ്പോൾ അരമണിക്കൂറാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മന്തിയിലെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇത് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചോറും വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചിക്കൻ മാഗി ക്യൂബിൻ്റെ പകുതി, പിന്നെ 2 കറുവപ്പട്ട, 12 ഏലക്ക, 12 ഗ്രാമ്പൂ ഒക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത്.
പിന്നെ നമ്മുടെ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്തോളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചേർക്കാതിരുന്നത്. അപ്പോൾ വെള്ളം നല്ലപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സെല്ല ബസ്മതി റൈസ് ആണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം, എന്നാൽ പെട്ടെന്ന് തന്നെ അരി വെന്തോളും. അപ്പോൾ നല്ല നീളമുള്ള വെള്ള കളറിലുള്ള ബസ്മതി റൈസ് വേണം എടുക്കാൻ. അപ്പോൾ വെള്ളം ഇവിടെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ടിട്ട് വേവിക്കണം. അപ്പോൾ നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടും. അപ്പോൾ അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ, കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചോറും വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മന്തി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കണ്ട കേട്ടോ, തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. അപ്പോൾ ചോറ് അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് എന്തായെന്ന് നോക്കാം. ചിക്കൻ ഇപ്പോൾ ഒരു വശമൊക്കെ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഒരു വശം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ ഏകദേശം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ, ഒന്നും കൂടി ഒന്ന് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ മൂന്നാമത് മറിച്ചിടുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ റൈസൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ റൈസ് വേവിച്ചെടുക്കുമ്പോൾ ഒരു 90-95% വരെയൊക്കെ വേവിച്ചാൽ മതി. പിന്നെ നമ്മൾ കുറച്ച് സമയം ഒന്ന് ദമ്മിലിടുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വേവൊക്കെ അപ്പോൾ ആയിക്കോളും. അപ്പോൾ നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള ചോറ് ഇനി നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഓയിലിൻ്റെ ചിക്കൻ്റെ മുകളിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ റൈസൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് റൈസിന് നല്ലൊരു കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ റെഡ് കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ കളർ ചേർക്കാൻ താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്താണെങ്കിലും കുറച്ച് കളറൊന്ന് ചേർക്കുന്നുണ്ട്. ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ റെഡ് കളർ ചേർത്തിട്ടുള്ളത്. റെഡ് കളർ ചേർക്കണമെന്നില്ല, നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ചേർത്താലും നമ്മുടെ റൈസിന് നല്ല യെല്ലോ കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈസിന് 3 കളറായിരിക്കും, വൈറ്റ്, റെഡ്, യെല്ലോ. അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ റെഡ് കളർ ചേർത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ചിക്കനിൽ റെഡ് കളർ ചേർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല വൈറ്റ് കളറിലായിരിക്കുക. പിന്നെ ഞാനിവിടെ 2 ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആവിയൊക്കെ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ അടപ്പിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ചാലും മതി. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ദം ചെയ്താൽ മതി കേട്ടോ. അധിക സമയമൊന്നും ദം ചെയ്യേണ്ട ആവശ്യമില്ല, വെറും 5 മിനിറ്റ് മാത്രം മതി. അപ്പോൾ 5 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചാർക്കോളൊക്കെ ഇതിൽ നിന്ന് മാറ്റാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ നമ്മൾ ദം ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ 3 കളറിലാവാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ 1 കിലോ റൈസൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. ചോറൊക്കെ നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുകളിലുള്ള ചോറ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ചോറും ചിക്കനും ഇതിൻ്റെ അടിയിൽ നല്ല സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മന്തി റൈസ് ഇപ്പോൾ 3 കളറിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ നാരങ്ങനീര് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഞാനിപ്പോൾ നാരങ്ങനീര് ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചോറിനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും ചോറും സൺഫ്ലവർ ഓയിലൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, എന്നാലാണ് ചോറിലോട്ടൊക്കെ ചിക്കൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് ഫ്ലേവർ കൊടുക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനാണ് ഇപ്പോൾ നമ്മൾ ചാർക്കോളൊക്കെ കത്തിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ടയൊക്കെ കത്തിച്ചിട്ടുള്ള കനൽ വെച്ചിട്ട് സ്മോക്കിംഗ് ഫ്ലേവർ കൊടുത്താലും മതി, എന്നാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ചോറും ചിക്കനൊക്കെ ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ മന്തി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മുകളിലത്തെ ചോറിലോട്ട് ഒട്ടും ചിക്കൻ്റെ ഫ്ലേവറും എണ്ണയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചിക്കനും കൂടെ ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ മന്തി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടാവും കേട്ടോ ഇരിക്കുക. അതുപോലെ അധികം ചേരുവകളൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ജീരകം അപ്പൊ നമുക്ക് അടിപൊളി Thank you. Bye.